എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആദ്യത്തെ ഫൈറ്റ് നമ്മുടെ ഹാൻസം ബോയും ആ മാർഷൽ ആർട്സ് മാനും തമ്മിലാണ്. അവർക്ക് രണ്ടുപേർക്കും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ ഗോക്കുവിനോടുള്ള ഒരു സ്പെഷ്യൽ വെറുപ്പ് ആ മാർഷൽ ആർട്സ് മാൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവൻ ഹാൻസം ബോയോട് വളരെ ബ്രൂട്ടലായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുക. അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ് അട്ടിയിട്ടി ബഹളം. ഹാൻസം ബോയ് ആണെങ്കിൽ അവനെ ഈസി ആയിട്ട് തോൽപ്പിക്കാം എന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയാണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുക. പക്ഷേ ഫൈറ്റ് ഒരു ലെവലിൽ എത്തുമ്പോഴായിരിക്കും അവൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണെന്ന് ഹാൻസം ബോയ് തിരിച്ചറിയുക. അതുപോലെ തന്നെ ആ മാർഷൽ ആർട്സ് മാൻ ഹാൻസം ബോയെ വളരെ ഈസി ആയിട്ട് പഞ്ച് ചെയ്ത് തോൽപ്പിക്കാമെന്നാണ് കരുതിയത്. അവൻ ഒരുപാട് തവണ ഹാൻസം ബോയെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അതിൽ നിന്നെല്ലാം അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെട്ട് ഹാൻസം ബോയ് ആണെങ്കിൽ മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോയി ഇപ്പോൾ ആ മാർഷൽ ആർട്സ് മാനെ ആഞ്ഞ് പഞ്ച് ചെയ്യും. ഗോകുവും മൊട്ടപ്പനും നമ്മുടെ ആൾക്കാരും അവിടെയുള്ള കാണികളും എല്ലാവരും അടുത്തായിട്ട് എന്ത് നടക്കുമെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ രണ്ടുപേർക്കും നല്ല ഹൈപ്പ് കൊടുത്ത് വീണ്ടും അടുത്ത സെക്ഷൻ മത്സരത്തിന് അടുപ്പിക്കുകയാണ്. അവരാണെങ്കിൽ ആ ബെല്ലിന്റെ ശബ്ദം കേൾക്കേണ്ട താമസം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടെ പൊരിഞ്ഞ പോരാട്ടം. ഹാൻസം ബോയ് ആണെങ്കിൽ ചെന്നായെ പോലെ അവനെ കടന്നു പിടിച്ച് അവന്റെ കൈകളിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഹാൻസം ബോയെ കാണുമ്പോൾ ശരിക്കും ഒരു ചെന്നായെ പോലെ തന്നെ ഫീൽ ചെയ്യാണ്. അവരുടെ ഫൈറ്റിനിടയിൽ രണ്ടുപേരുടെയും മുഖത്ത് ഒരേ രൂപത്തിലും ഒരേ ഡെപ്തിലും ഇപ്പൊ മുറിവുകൾ ക്രിയേറ്റ് ആവുകയാണ്. ചോര തുളുമ്പി വേദനയുണ്ടെങ്കിലും അവർ നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. ബൊൽമയും റാബിറ്റും അവർ രണ്ടുപേരും ഹാൻസം ബോയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. അവനെ പിടിക്ക്, അവനെ ഇടിക്ക്, വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ആക്ഷനൊക്കെ കാണിക്കും. ബൊൽമയുടെ ഒരു ആക്ഷൻ ഇപ്പൊ നമ്മുടെ പന്നിക്കുട്ടന്റെ തല അത് തകർക്കുകയാണ്. അവനാണെങ്കിൽ കലി പൂത്ത് ഇപ്പോൾ ബൊൽമയെ തന്നെ നോക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മാസ്റ്റർ റോഷി ആളാണെങ്കിൽ ഇപ്പോൾ ഹാൻസം ബോയുടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കണ്ട് അത്ഭുതപ്പെടുകയാണ്. വാവ്, 3 വർഷം കൊണ്ട് അവൻ ഒരുപാട് ചേഞ്ച് ആയിരിക്കുന്നു. ഇത്രയും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് അവൻ ഉണ്ടാവുമെന്ന് ഞാനും കരുതിയതല്ല. ഇവിടെ ഗോക്കുവും മൊട്ടപ്പനും ആണെങ്കിൽ ഒട്ടും തന്നെ ആങ്സൈറ്റി വിട്ടുപോവാതെ ആ ഒരു ഫൈറ്റ് കണ്ടു നിൽക്കും. അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി ഇപ്പൊ മുഖത്തുണ്ടായിരുന്ന ബ്ലഡ് അത് വൈപ്പ് ചെയ്യും. ഹാൻസം ബോയ് ആണെങ്കിൽ സൂര്യന്റെ മുകളിലേക്ക് അങ്ങനെ എടുത്തു ചാടുകയാണ്. അതിനുശേഷം ആ ചെന്നായി മാറി മാർഷൽ ആർട്സ് മാനെ ഒരൊറ്റ അടി, ആ ഒരു അടിയിൽ അവൻ തകർന്ന് താഴെ വീഴും. ബൊൽമയ്ക്കാണെങ്കിൽ അവളുടെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പന്നിക്കുട്ടനെ പിടിച്ചു വലിച്ച് അവനെ അച്ചറം പൊച്ചറം ഇടിക്കും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ്. അവനാണെങ്കിൽ ആ ചിന്നപ്പയ്യനെ നോക്കി പറയും, നിന്റെ ടീംമേറ്റ് തോറ്റുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നീ വെല്ലുവിളിക്കുന്നില്ലേ, നിന്റെ മുഖത്തെ ആ ഒരു സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടല്ലോ. അത് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ പതിയെ ചിരിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പൊട്ടിച്ചിരിച്ച് വീണ്ടും ഹാൻസം ബോയെ വെല്ലുവിളിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ വീണ്ടും മുകളിലേക്ക് പോയി അവൻ ചെന്നായെ പോലായി മാറി അവനെ അറഞ്ചം പുറച്ച് ഇട്ടിക്കുകയാണ്. പക്ഷെ ഇത്തവണ ആ മാർഷൽ ആർട്സ് മാൻ അവന്റെ പവർ അത് കൂട്ടിയെടുത്ത് അവന്റെ ബോഡി നല്ല സ്ട്രോങ് ആക്കി മാറ്റി ആ പഞ്ചിൽ നിന്നെല്ലാം രക്ഷപ്പെടും. മാസ്റ്ററിനാണെങ്കിൽ ഇപ്പൊ ഏകദേശം അവന്റെ പവർ എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ ഹാൻസം ബോയ്ക്ക് അത് വലിയൊരു ഷോക്കാണ്. നോ, ഞാൻ ഇത്രയധികം പവർ കൊടുത്ത് പഞ്ച് ചെയ്തിട്ടും അവനൊന്നും സംഭവിച്ചില്ല. സോ ഞാൻ കരുതും പോലെയല്ല, അവൻ വളരെ പവർഫുൾ ആണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, നിന്റെ മസാജ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബൊൽമയ്ക്കാണെങ്കിൽ അത് കണ്ട് നോക്കി നിൽക്കാനാവില്ല. അവൾ ഉച്ചത്തിൽ വിളിച്ചു പറയും, അവനെ വിടരുത്, അവനെ തല്ലിക്കൊല്ലണം. അത് കേട്ട് വീണ്ടും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടയിടി ബഹളം. ബൊൽമയാണെങ്കിൽ ഇപ്പൊ പന്നിക്കുട്ടന്റെ മുഖത്ത് അച്ചരം പൊച്ചർ ഇടിക്കുകയാണ്. ഇങ്ങനെ ഇടിക്ക്, അങ്ങനെ ഇടിക്കുന്നൊക്കെ അവൾ വിളിച്ചു പറയും. ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പൊ ചാടി വന്ന് ഹാൻസം ബോയുടെ വയറ്റിൽ ഞെട്ടിക്കും. ആ ഒരു ഇടിയിൽ ഒരുപാട് വേദനയിൽ അവൻ താഴേക്ക് വീഴുകയാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ അപ്പോഴും തോൽവി സമ്മതിക്കാതെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അതിൽ കലിപൂണ്ട ആ ഒരു മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കിക്കാണ്. ആ ഒരു കിക്കിൽ പൂർണ്ണമായിട്ടും ഹാൻസം ബോയ് അവൻ തളർന്നു വീഴും. ഇവിടെ ബുൽമയ്ക്കാണെങ്കിൽ അത് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. അത്രയും നേരവും ആവേശത്തോടു കൂടെ ഫൈറ്റ് കണ്ട അവൾക്ക് അതൊരു കനത്ത അടിയായി മാറും. ബുൽമയാണെങ്കിൽ വീണ്ടും വീണ്ടും അവനോട് എഴുന്നേക്കാനായിട്ട് പറയും. ഇവിടെ നമ്മുടെ മാസ്റ്റർ റോഷി ആളും ഇപ്പോൾ ഹാൻസം ബോയെ സപ്പോർട്ട് ചെയ്യാണ്. തീർച്ചയായിട്ടും എന്നെ കൊണ്ടിത് പറ്റും. പതിയെ എഴുന്നേറ്റ് ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പോൾ ആ മാർഷൽ ആർട്സ് മാനോട് പറയും, എൻ്റെ സെക്കൻഡ് വിൻഡ് അത് അവേക്കനായിരിക്കുകയാണ്. ഹാമേ ഹാമേ പവർ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു പറഞ്ഞ് അവനാണെങ്കിൽ കൈകൊണ്ട് വമ്പം പോസ് കൊടുക്കും. ഗോകു ആണെങ്കിൽ അത് ഹാമേ ഹാമേ പവർ ആണെന്ന് തിരിച്ചറിയും. മാസ്റ്റർ റോഷിക്കാണെങ്കിൽ അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നും. ഇവിടെ ആ ഒരു മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുന്ന സമയം ഹാൻസം ബോയ് അവന് ഹാമേ ഹാമേ പവർ അതിപ്പോ അവന് നേരെ പ്രയോഗിക്കുകയാണ്. ആ പവർ കണ്ട് അവൻ ഞെട്ടും. പവർ ആണെങ്കിൽ അവന്റെ ക്ലോസ് എത്തേണ്ട താമസം അവനാണെങ്കിൽ ഒരു പ്രത്യേകതര ആവരണം അത് അവന്റെ ബോഡിക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ഷീൽഡിൽ വന്ന് ആ പവർ ഹിറ്റ് ചെയ്ത് ഇപ്പൊ തിരികെ ഹാൻസം ബോയ്ക്ക് നേരെ തിരികെ പോവും. ഇങ്ങനൊരു ട്വിസ്റ്റ് നമ്മുടെ ആൾക്കാരോ ഹാൻസം ബോയോ ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. ഗോകു ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഹാൻസം ബോയ് ആണെങ്കിൽ എടുത്തു ചാടും. ആ ഒരു പവർ അതങ്ങനെ വന്ന് അവിടെ ഉണ്ടായിരുന്ന കാണികൾക്കിടയിൽ വീണ് പൊട്ടിത്തെറിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ അതുകൊണ്ട് ഷോക്ക് ആവുകയാണ്. കാരണം ആ ഒരു പവറിൽ ഒരുപാട് പേർക്ക് ഇപ്പൊ പരുക്ക് പറ്റിയിരിക്കുകയാണ്.
അവൻ ആ ഒരു കാഴ്ച കണ്ട് തരിച്ചു നിൽക്കുന്ന അതേ സമയം മാർഷൽ മാൻ ആണെങ്കിൽ അവന്റെ തൊട്ട് പുറകിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഹാൻസം ബോയോട് തിരിഞ്ഞു നോക്കാൻ പറയും. അവൻ തിരിഞ്ഞു നോക്കും. പക്ഷെ അടുത്ത നിമിഷം ആണ് അവന്റെ മുഖത്തൊരു പഞ്ച്. ആ ഒരു പഞ്ചില് ഇപ്പൊ ഹാൻസം ബോയ് മുകളിലേക്ക് പറന്നു പോകും. അതിനുശേഷം അടിച്ച് താഴെ വീഴും. ആ ഒരു വീഴ്ചയിൽ ഹാൻസം ബോയുടെ ബോധം നഷ്ടപ്പെടുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു മാർഷൽ ആർട്സ് വില്ലൻ അവൻ നല്ല ഫോഴ്സിൽ ഫ്ലൈ ചെയ്ത് വന്ന് ഹാൻസം ബോയുടെ കാലിനെ ആഞ്ഞ് കിക്ക് ചെയ്യും. ആ ഒരു കിക്ക് ചെയ്യല് ഹാൻസം ബോയുടെ കാല് അത് ഒടിഞ്ഞ് തൂങ്ങുകയാണ്. അവൻ വേദനയാൽ നിലവിളിക്കും. ചുറ്റുമുള്ളവർക്ക് ഒരു കാഴ്ച കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല. ബൊൽമയാണെങ്കിൽ അവളുടെ കണ്ണുപൊത്തും. ഹാൻസം ബോയ്ക്കാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള അനക്കവും ഇല്ല. ഗോകു ഹാൻസം ബോയുടെ പേര് വിളിച്ച് ഓടി അടുക്കും. ആങ്കർ ആണെങ്കിൽ ഹാൻസം ബോയുടെ അടുത്തേക്ക് വന്ന് അവരെ എഴുന്നേൽപ്പിക്കാനായിട്ട് വിളിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ വിളിച്ചിട്ടും അവ കണ്ണു തുറക്കില്ല. ആങ്കർ ആണെങ്കിൽ കൗണ്ട് ചെയ്യും. ഹാൻസം ബോയ്ക്ക് യാതൊരു അനക്കവും ഇല്ല. സോ ഇപ്പോ ആ ഒരു മാർഷൽ ആർട്സ് മാനെ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഗോകുനാണെങ്കിൽ അനക്കമില്ലാതെ നടക്കുന്ന ഹാൻസം ബോയെ കണ്ട് ഒരുപാട് ടെൻഷനാവും. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ അടുത്തുണ്ടായിരുന്ന സബോർഡിനേറ്റിനോട് എത്രയും വേഗം ആംബുലൻസ് കൊണ്ടുവരാനായിട്ട് പറയും. അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അത് കേൾക്കേണ്ട താമസം നമ്മുടെ റാബിറ്റ് ആണെങ്കിൽ ഒരു പായായി മാറും. അതിലേക്ക് അവരെല്ലാവരും ചേർന്ന് ഇപ്പോൾ ഹാൻസം ബോയെ എടുത്ത് കിടത്തുകയാണ്. പിന്നീട് അവൻ പതിയെ ഇപ്പൊ ഹാൻസം ബോയ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ബൊൽമയാണെങ്കിൽ ലോൺസിനോട് പറയും, എനിക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹാൻസം ബോയ്ക്ക് ഈ ഒരു സമയത്ത് എൻ്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. അത് കേട്ട് ലോഞ്ചും അവളുടെ കൂടെ പോകാൻ തയ്യാറാവുകയാണ്. ഇവിടെ ഗോകുനാണെങ്കിൽ അവന്റെ ദേഷ്യം അടക്കാൻ കഴിയില്ല. അവൻ ആ മാർഷൽ ആർട്സ് മാനോട് പറയും, എനിക്കറിയാം നീ അറിഞ്ഞുകൊണ്ടാണ് ഹാൻസം ബോയുടെ കാൽ ഒടിച്ചതെന്ന്. കാരണം അതിന് മുൻപ് തന്നെ അവൻ അൺകോൺഷ്യസ് ആയിരുന്നു. അവനോടുള്ള വൈരാഗ്യം, ദേഷ്യം അത് നീ ഈ മാച്ചിൽ തീർത്തു. ഉറപ്പായാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. മാച്ചിൽ എനിക്ക് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. അത് കേട്ട് ആണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ പറയും, അതിനുവേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. ആ ചിന്നപ്പയ്യനാണെങ്കിൽ ഇപ്പോൾ ആ മാർഷൽ ആർട്സ് മാനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. സത്യത്തിൽ നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. അതിനവൻ പറയും, ഞാൻ എൻ്റെ എക്സ്ട്രീം ലെവലിലാണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്തത്. നമ്മൾ അവരെ വേണ്ടതുപോലെ കണ്ടില്ല, കുറച്ച് വില കുറച്ച് കണ്ടു. അവർ നമ്മൾ കരുതും പോലെയല്ല, നല്ല പവർഫുള്ളാണ്. ഇനി ഫൈറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ പവറും ഇതിനെ കഴിഞ്ഞ് കൂടുതലായിരിക്കും. സോ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അല്ല എങ്കിൽ തോൽവി അത് നമുക്കായിരിക്കും സംഭവിക്കാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകും. ഇവിടെ ഗോകു ആണെങ്കിൽ കിച്ചാൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. കാരണം ബാക്കി മത്സരങ്ങളെല്ലാം തന്നെ അടുത്ത ദിവസമാണ്. ജനങ്ങളെല്ലാവരും അവിടുന്ന് കടന്നു പോകും. നടക്കാൻ പോകുന്ന മത്സരത്തെക്കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് മാച്ചിൽ ഇപ്പോൾ ആ മാർഷൽ ആർട്സ് മാൻ അവൻ ജയിച്ചിരിക്കുകയാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹാൻസം ബോയ് അവൻ്റെ കാല് ഫ്രാക്ചറായിട്ടിരിക്കുകയാണ്. അവന് തോറ്റുപോയതിൽ ഒരുപാട് വിഷമം തോന്നും. അതിന് ബൊൽമ പറയും, നീ നന്നായിട്ട് പെർഫോം ചെയ്തു, നിന്റെ മാക്സിമം നീ കൊടുത്തു, അവൻ ചീറ്റ് ചെയ്താണ് ജയിച്ചത്. ഗോകു ആണെങ്കിൽ അടിച്ചു പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും അവനെ ഞാൻ ജയിക്കാനായിട്ട് അനുവദിക്കില്ല. എന്ത് വില കൊടുത്തും ഞാൻ അവനെ തോൽപ്പിക്കും. അതിന് ഹാൻസം ബോയ് പറയും, നീ കരുതും പോലെയല്ല, അവന് പവറിനപ്പുറം കുറുക്കു വഴിയാണ്. അവന്റെ ബുദ്ധി അത് ശരിക്കും ക്രൂക്കഡാണ്. സോ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നീ അവനോട് ഫൈറ്റ് ചെയ്യാൻ. ഒരു കാരണവശാലും അവൻ ടൈറ്റിൽ വിന്നർ ആവരുത്. ആണെങ്കിൽ അതിപ്പോൾ അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരികയാണ്. ഉടനെ മാസ്റ്റർ ഗോകുവിനോട് പറയും, നീ ഇങ്ങനെ വലിച്ചു വാരി മാത്രം തിന്നുകൊണ്ടിരിക്കരുത്. ഇതിനുശേഷം നന്നായിട്ട് ട്രെയിനിങ് എടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ. അതിന് ഗോകു ഓക്കെ പറയുന്ന അതേ സമയം ഇപ്പോൾ ആ മാർഷൽ ആർട്സ് ടീം അവരവിടേക്ക് കടന്നു വരും. ഗോകുവിനും ബുൽമയ്ക്കും ആണെങ്കിൽ അവരെ കാണുമ്പോൾ ഒരുപാട് ദേഷ്യം തോന്നും. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ തൊട്ടടുത്തുള്ള ടേബിളിലിരിക്കും. ആ എൽഡർ ആണെങ്കിൽ വേറൊരിനോട് പറയും, ഇന്ന് എൻ്റെ ശിഷ്യൻ വിക്ടറി എടുത്ത ദിവസമാണ്, അതുകൊണ്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് വേണം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. മറ്റുള്ള യൂസ്ലെസിനെ പോലെ ലോക്കൽ ഫുഡൊന്നും ഞങ്ങൾ കഴിക്കില്ല. അത് കേട്ട് ആളും ഓക്കെ പറഞ്ഞ് ഫുഡ് എടുക്കാനായിട്ട് അവിടുന്ന് കടന്നു പോകും. അവരുടെ ഓരോ വാക്കുകളും നമ്മുടെ ആൾക്കാരുടെ ഉള്ളിലെ ദേഷ്യം മടങ്ങാക്കും. കൺട്രോൾ പോയ ഗോകു ആണെങ്കിൽ ചാടി എഴുന്നേക്കും. നിർത്തണം നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട, മാച്ച് ഇനിയും ബാക്കിയുണ്ട്. അത് കേട്ട മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോകുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, ഇതല്ല ഫൈറ്റ് ചെയ്യാനുള്ള സമയം, നീ അല്പം കൂടെ ക്ഷമിക്കണം. അത് കേട്ട് ഗോകു, ഞാൻ എൻ്റെ കൈ അത് വാഷ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് കടന്നു പോകും. ഇവിടെ ആ എൽഡറും നമ്മുടെ മാസ്റ്ററും അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് ഞാൻ തർക്കം. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ മാസ്റ്റർ ആളാണെങ്കിൽ അധികം ആളുകൾ കടന്നു പോവാത്ത ഒരു പൊന്തക്കാടിനരികിൽ അങ്ങനെ നിൽക്കുകയാണ്. ആൾക്കാർ പോയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം ആൾ ആ കാട്ടിലേക്ക് പോയി വിഗൊക്കെ വെച്ച് ഇപ്പോൾ ജാക്കി ചാനായി മാറും. ഉടനെ ഗോകുവും ടീമും ആണെങ്കിൽ ജാക്കി ചാനെ കണ്ട് അദ്ദേഹത്തെ വിഷ് ചെയ്യും. തീർച്ചയായിട്ടും ഇത്തവണയും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. ചാനും തിരിച്ചവരെ വിഷ് ചെയ്ത് തിരികെ നടക്കാൻ പോകുന്ന ബിൽഡിങ്ങിന് അരികിലേക്ക് നടന്നെത്തും. അപ്പോൾ ആ ഒരു ജയന്റ് ആനിമൽ അതാണെങ്കിൽ ചാനിനെ കണ്ട് ഫുൾ കലിപ്പിൽ ടെററായി നിൽക്കുന്നതോടു കൂടെ എപ്പിസോഡും അവസാനിക്കുന്നു.